കുത്തിത്തിരിപ്പിന്റെ രാജാവായിട്ടുള്ള ട്രംപ് പുതിയ കുത്തിത്തിരിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഉദ്ദേശം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഒരല്പം കൂടി രൂക്ഷമാക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാര്യ സാറ നെതന്യാഹു ചില ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടാരും ചിരിക്കരുത് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ കുത്തിത്തിരിപ്പ്, അതായത് ട്രംപിന്റെ കുത്തിത്തിരിപ്പ് കേട്ടിട്ട് വരാം. King of Saudi Arabia said it. He said, "Sir, I was in Saudi Arabia, came back with $2 trillion for our country. I came back with $2 trillion from Saudi, $2 trillion from Qatar, $2 trillion from UAE, all the great." കേട്ടല്ലേ, ഇയാൾ പറയുന്നത് 99% കളവായിരിക്കും. എന്നാൽ ഇതിൽ ഒരു പക്ഷേ സത്യമുണ്ടാവാം. പക്ഷേ ഇതെന്തിനാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്? അതായത് 2 ട്രില്യൺ വെച്ചിട്ട് ഖത്തർ, സൗദി അറേബ്യ, UAE ഇവരൊക്കെ തന്നിട്ടുണ്ട് ഈ യുദ്ധത്തിന് വേണ്ടി എന്ന്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇറാൻ അറിയുമ്പോൾ ഇറാന്റെ അറ്റാക്കിങ് കുറച്ചും കൂടി, അതായത് എസ്കലേറ്റ് ആകാൻ തുടങ്ങും ഈ ഭാഗങ്ങളിൽ. അപ്പോൾ മെല്ലെ അവരും കൂടി ഈ യുദ്ധത്തിൽ പങ്കാളികളാകും. അത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം. കാരണം പല വഴികളും ശ്രമിച്ചു നോക്കി ആളുകളെ കൂട്ടാൻ വേണ്ടി. ആദ്യം പറഞ്ഞു ലോകത്തിന് തന്നെ ത്രെട്ടായിട്ടുള്ള ഇറാനെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായം വേണമെന്ന്. ആരും സഹായിച്ചില്ല. രണ്ടാമത് പറഞ്ഞു സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് അത് തുറക്കാൻ വേണ്ടി നിങ്ങളുടെയൊക്കെ, അതായത് ലോകത്തെ എല്ലാവരുടെയും സഹായം വേണമെന്ന്. അവിടെയും ആരും സഹായിച്ചില്ല. പിന്നീട് ഇസ്രായേലിലെ നമ്മളെ പ്രൈം മിനിസ്റ്റർ നെതന്യാഹു ഒരു വിക്ടിം കാർഡ് ഇറക്കി നോക്കി. അതായത് ഇവിടുത്തെ ചിൽഡ്രൻസിനെയും അതുപോലെ ഓൾഡ് പീപ്പിളിനെയൊക്കെയാണ് ഇറാൻ അറ്റാക്ക് ചെയ്യുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത് എന്ന്. ഇവർ പിന്നെ ആകാശത്തേക്കാണല്ലോ മിസൈലൊക്കെ അയക്കുന്നത്. ഇവർ തുടങ്ങിയത് തന്നെ 150ഓളം കുട്ടികളെ കൊന്നതിന് ശേഷമാണ്. അവരാണ് ഈ വിക്ടിം കാർഡ് ഇറക്കുന്നതെന്ന് നോക്കണം. ഇപ്പോൾ അതാ ട്രംപിന്റെ വക ഒരു കാര്യം കൂടി, ഇവരൊക്കെ യുദ്ധത്തിന് പണം തന്നിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ഇറാന് കുറച്ചും കൂടി രോക്ഷം തോന്നും. അവരോട് അറ്റാക്ക് ചെയ്യാൻ, അതായത് അവരോടുള്ള അറ്റാക്കിങ് കുറച്ചും കൂടി എസ്കലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരും തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ ട്രംപ് കുത്തിത്തിരിപ്പിലൂടെ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ട്രംപിന്റെ മാരകമായിട്ടുള്ള ഒരു തള്ള് കേട്ടാലോ. ഇത് തള്ളാണെന്ന് പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ട്രംപ് അല്ലാതെ വേറെ ആരും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഇൻക്ലൂഡിങ് പാകിസ്ഥാൻ പോലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കേൾക്കാം. They said to show you the fact that we're real and solid and we're there. We're going to let you have 8 boats of oil. 8 boats. 8 big boats of oil. This was 2 days ago. And they'll sail up tomorrow. That was 3 days ago. And I didn't think much about it. And then I watched the news and they said, a very good anchor actually, happened to be Fox, but I watched it and he said, something's unusual happening. There are 8 boats that are going right up the middle of the Hormuz Strait. 8 big tankers are going loaded up with oil right through. And I said, well, I guess they were right, and they were real. And I think they were Pakistani flagged. Yes. And I said, well, I guess we're dealing with the right people. And actually, they then apologized for something they said, and they said, we're going to send 2 more boats. And it ended up being 10 boats. And I hope I haven't screwed up your negotiations, but I thought it was appropriate to say, because I did taunt you the other day by saying they're going to give us a present. കാര്യം വേറെ ഒന്നുമല്ല, സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. പാകിസ്ഥാൻ ഫ്ലാഗ്ഡ് ആയിട്ടുള്ള 10 ഓയിൽ ടാങ്കേഴ്സ് സ്ട്രീറ്റ് ഓഫ് ഹോർമുസിലൂടെ പോകാൻ വേണ്ടി ഇറാൻ സമ്മതിച്ചു എന്ന് ട്രംപ് പറയുന്നു. ഇത് US-നുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഈ ഗിഫ്റ്റിനുള്ള കാരണം എന്ന് പറയുന്നത് നെഗോസിയേഷൻ സക്സസ്ഫുൾ ആയതിന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഇറാൻ ഈ ഒരു കാര്യം US-ന് നൽകിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കാര്യം വേറെ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇൻക്ലൂഡിങ് പാകിസ്ഥാൻ പോലും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നൊരു കാര്യം. പക്ഷേ ട്രംപ് മാത്രമാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ നെഗോസിയേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ, ഈ നെഗോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ ദിവസമായി, അതായത് 3-4 ദിവസമായി നെഗോസിയേഷൻ നടന്നു. അതുപോലെ സീസ് ഫയർ നടത്തി, 5 ദിവസത്തേക്ക് സീസ് ഫയർ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നത് നമ്മളുടെ ട്രംപ്. ഇതിനെക്കുറിച്ച് ഇറാൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു നെഗോസിയേഷനെ ഇവിടെ നടന്നിട്ടില്ല എന്നാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞത്.
അത് മാത്രമല്ല സീസ് ഫയറും നടന്നിട്ടില്ല. കാരണം നമുക്കറിയാം കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് ഇന്നലെ അടക്കം അവിടെ അറ്റാക്കിംഗ് ഉണ്ടായിരുന്നു. ഇസ്രായേലി അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇറാനും തിരിച്ച് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ യാതൊരു തരത്തിലുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന പോലെ സീസ് ഫയറും നടന്നിട്ടില്ല. ഈ സീസ് ഫയറും നടക്കാത്ത, നെഗോസിയേഷൻ നടക്കാത്ത എങ്ങനെയാണ്, എന്തിന്റെ പേരിലാണ് ഇറാൻ US-ന് ഒരു ഗിഫ്റ്റ് നൽകേണ്ടത്? ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ട്രംപിന്റെ ചില തള്ളുകൾ കേട്ടിട്ട് വരാമെന്ന്. ഇനി നെതന്യാഹുവിന്റെ ഭാര്യയായിട്ടുള്ള സാറ നെതന്യാഹു പറയുന്ന ചില കാര്യങ്ങൾ കേട്ടിട്ട് വരാം. My children have suffered shaming and violence simply because they are the children of the Prime Minister. We must condemn personal attacks on children in any setting. സാറ നെതന്യാഹു ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഷീസ് അപ്സെറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് അവരുടെ ചിൽഡ്രനെ സോഷ്യൽ മീഡിയയിൽ ബുള്ളിങ് ചെയ്യുന്നു, പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയണം, ഇതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം എന്തിനാണ് വെറുതെ ആ കുട്ടികളെയൊക്കെ ഇതിൽ വലിച്ച് അയക്കേണ്ട കാര്യം? പക്ഷേ സാറ നെതന്യാഹു ഇവിടെ പറയുന്ന ഒരു കാര്യം, ഇവിടെ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തേണ്ടത് ആരെയാണ്? ഈ യുദ്ധം തുടങ്ങി വെച്ച ആളെയാണ്. അതായത് ഇതിന്റെ മൂല കാരണം ആരാണ്? സ്വന്തം ഭർത്താവ് തന്നെയാണ്, ബെഞ്ചമിൻ നെതന്യാഹു. അവരാണ് ഈ യുദ്ധം തുടങ്ങിയിട്ടുള്ളത്. ഈ പേഴ്സണൽ ചിൽഡ്രൻസിന്റെ നേരെ പേഴ്സണൽ അറ്റാക്ക് എന്നൊക്കെ പറയുന്നു. ഈ പേഴ്സണൽ അറ്റാക്ക് നടക്കുന്നുണ്ട്, പക്ഷേ ഫിസിക്കലി ഒരുപാട് കുട്ടികളെ കൊന്നയാളാണ് സ്വന്തം ഭർത്താവ്. അപ്പോൾ അവരെ ആദ്യം കുറ്റപ്പെടുത്തുക, അതിനുശേഷം മതി ബാക്കിയുള്ള ആളുകളെ. കാരണം നിങ്ങളുടെ മക്കൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട്, പക്ഷേ ഒരുപാട് പാരൻസിന്റെ മക്കൾ, ഒരുപാട് പാരൻസ് മാത്രമല്ല പാരൻസിന്റെ മക്കളും ഇപ്പോൾ ജീവനോടെ ഇല്ല. ഈ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ 170ഓളം കുട്ടികളെ കൊന്നിട്ടാണ് നിങ്ങളുടെ ഭർത്താവ് ഈ ഒരു യുദ്ധം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ, അതായത് ഈ സൈബർ അറ്റാക്ക് നടത്തുന്നു, ബുള്ളിങ് ചെയ്യുന്നു, പേഴ്സണൽ അറ്റാക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് നേരെ ചെയ്യുന്നു, കറക്റ്റാണ്, അതൊക്കെ തെറ്റാണ്. പക്ഷേ ഇതിനൊക്കെ കാരണക്കാരൻ ആരാണ്? നിങ്ങളുടെ ഭർത്താവാണ്, ബെഞ്ചമിൻ നെതന്യാഹു. അതുപോലെ US-ന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്. ഇവർ രണ്ടുപേരാണ് ഇതിനൊക്കെ കാരണക്കാർ. അപ്പോൾ ആരെയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ടത്? അവരെയാണ്.